ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുവാണ്. ഞങ്ങളും ചെറിയ ഓണപരിപാടികളൊക്കെയാണ്, അതൊന്ന് കാണാം. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണ്. എല്ലാവരും ഡെക്കറേഷനും പരിപാടികളും ഒക്കെയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? ട്രീസ, എങ്ങനെയുണ്ട് ഓണം? ആൽഫി, ഹെൽത്തി ഓണോ? ശരിയാ, ഹെൽത്തി. അതെ അതെ, ഇന്ന് വെജ് ആയതുകൊണ്ട് ഹെൽത്തി ഓണമാണ്. അലൻ, ഓ വെരി ഗുഡ്. നമ്മുടെ അത്തപ്പൂക്കളൊക്കെ കാണിക്കാം. ഇത് ഞങ്ങൾ തട്ടിക്കൂട്ടിയൊരു അത്തപ്പൂവാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരുടെയും ഓണമൊക്കെ അടിപൊളിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്കും ഇന്ന് വെജിറ്റേറിയൻ അല്ലേ? വെജിറ്റേറിയൻ സദ്യയാണ്, അല്ലാതെ നോൺ വെജസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാ ഓണത്തിനും നമ്മൾ ചേർന്നുള്ള ഓണം ഇപ്പം 11ാമത്തെ ഓണമാണ്. എല്ലാ ഓണവും ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. ഓണത്തിന് ഒരു കറക്കവും ഇല്ല, വീട്ടിൽ തന്നെ. അതിനൊക്കെ ഭയങ്കര ത്രില്ഡാണ് ഓണം ആഘോഷിക്കാൻ അല്ലേ? ആൽഫി എന്തിയേ? ട്രീസ അപ്പൊ ഊഞ്ഞാലാടുവാണ്. ട്രീസ, എങ്ങനെയുണ്ട് ഊഞ്ഞാലാടുന്നത്? ആണോ? ആൽഫി ആട്ടി കൊടുക്കുന്നത് കേട്ടോ. ആൽഫി മോനാണെങ്കിൽ ഭയങ്കര സഹായം. എന്താ മോനെ? ഓണത്തിന്റെ ഞാൻ വെച്ചില്ല പൂക്കളൊക്കെ, അത് ഫിനിഷ് ആയി. ആണോ? ഓക്കെ. അത്തപ്പൂക്കളം ലാസ്റ്റ് സ്റ്റേജിലാണ്. മമ്മിയാണ് ലാസ്റ്റ് മിനിക്ക് പണി. മമ്മി, ഹാപ്പി ഓണം പറഞ്ഞേ കേട്ടോ. ഗൈസ്, ഒരു മനോഹരമായ കാഴ്ചയുണ്ട് കേട്ടോ. നല്ല മരുമോളെ അമ്മയമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പൂ വെക്കാത്തതിന്റെ കുറവ് വേണ്ട. ഓക്കെ ഓക്കെ, നൈസ്. വീട്ടിലെ ഓണാഘോഷങ്ങള് ആരംഭിക്കുകയാണ്. ഓക്കെ. ആദ്യമായിട്ട് പാട്ട് പാടാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും സുന്ദരനും ഏറ്റവും അനുസരണശീലവുമുള്ള മൂത്തലമോൻ മൂത്രപുത്രനെ വിളിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും എന്നെ പുകഴ്ത്തിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ഒരു പോസ്റ്ററിന്റെ കൂടെ കുറവേ ഉള്ളൂ. അപ്പൊ ഓണത്തിന് എന്തെങ്കിലും പാടുന്നോ? നീ ആദ്യം പാടും. ഇവിടെ നിന്ന് പാടിക്കും. വെട്ട ഇവിടെ എനിക്ക് പാട്ട് അറിയില്ല. ഓക്കെ, ട്രീസ കൈമാറാമോ മൈക്ക്? ട്രീസ, ഓണപ്പാട്ട് പാടിക്കാം. അന്ന് അലന്റെ ആ പൂത്തുമ്പി, കാരണം അലനാണ് അതിന്റെ ലിറിക്സ് എഴുതിയത് കേട്ടോ. അതുകൊണ്ട് അതുകൊണ്ട് ഓക്കെ. പാട്ടാണ് കാണാൻ പോണേ.
ആ പാടിക്കേ. ഓണം ഓണം പൊന്നോണം രണ്ടാം നാളിൽ തിരുവോണം. ഓണം ഓണം പൊന്നോണം രണ്ടാം നാളിൽ തിരുവോണം. ഓണത്തപ്പാമാവിലി ഞങ്ങൾ വന്നേ നിന്നപ്പം. ഇത് ഓണത്തല്ലാണ്. ഇതൊരു കലാരൂപമാണ്, പിള്ളേർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഓണത്തല്ല്. ആൽഫിയുടെ ഒരു പാട്ടാണ്. ആൽഫി ഒരു പാട്ട് പാടുവോ? നന്നായിരിക്കുന്നു മോനെ. എന്ത് സംഗീതമാണിത്? നമുക്കപ്പോ ഓണത്തിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സദ്യയാണല്ലോ. അല്ല, നമ്മുടെ വീട്ടിലെ പ്രത്യേകത ഓണത്തല്ല. അപ്പൊ ഓണത്തിന്റെ സദ്യ എന്തൊക്കെയാണ് സദ്യ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഓണസദ്യയുടെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഒഫീഷ്യലായിട്ട് ഉണ്ടാക്കിയവർ തന്നെ പറയുന്നതല്ലേ അതിന്റെ വൃത്തി. മീര അമ്മി, ഓണസദ്യയുടെ ഐറ്റംസ് എന്തൊക്കെയാന്ന് പറഞ്ഞേ. പിന്നെ സാമ്പാറുണ്ട്, പരിപ്പുണ്ട്, പപ്പടമുണ്ട്, പിന്നെ ഇഞ്ചിക്കറി, നാരങ്ങാക്കറി, എല്ലാ ഐറ്റവും ഉണ്ട്. പച്ചമോര്, പിന്നെ തോരൻ, കാബേജ് തോരൻ, നിത്യവഴുതനങ്ങ മെഴുക്കുവരട്ടി, അവിയല്, പച്ചടി, പിന്നെ പായസം, ഫുൾ ഐറ്റംസും ഉണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ട്. അയ്യേ, കളതനം പറയല്ലോ കേട്ടോ. ചിക്കൻ ഫ്രൈ ഒന്നും ഇല്ല. നിന്നെ പറ്റിച്ചാടാ, അമ്മ പറ്റിച്ചതാ. നോ ചിക്കൻ, പ്യൂർ വെജ്. എന്താ നീ എന്തെങ്കിലും ചെയ്തോടാ അല്ലേ? പപ്പടം കാച്ചിയായിരുന്നോ? ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഇന്ന് ചിക്കൻ ഒന്നും ഇല്ല. ഇന്ന് നമ്മൾ നല്ല വെജിറ്റേറിയൻ ഫുഡൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇറങ്ങി പൊടിയെന്ന്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മമ്മി ഇവളെ ആട്ടുവോ? നല്ല, ഇവളെ തള്ളി തറയിട്ടിട്ട് മമ്മിക്ക് കയറി ഇരിക്കാനാ അത്. ഇറങ്ങടി മമ്മി ആട്ട്. യോ പറഞ്ഞു വിടാനല്ലോ. ഒന്ന് ആട്ടി വിട്ടേ. നീ നിന്റെ സർവ്വശക്തി എടുത്ത് ആട്ടി നോക്ക്, വല്ല ഗുണമുണ്ടാവും. സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. ഓണക്കളികളൊക്കെ ഉണ്ട്. നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ വരാനുണ്ട്. അവര് സദ്യയൊക്കെ കഴിച്ചിട്ട് വരും അല്ലയോ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഓണക്കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്കിനി ഓണസദ്യ ഉണ്ട്. അപ്പൊ നമ്മുടെ സദ്യയുടെ പോണ്ടേ, സദ്യയുടെ വീഡിയോസിലൊക്കെ പോവാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓണക്കളികളുടെ ഒക്കെ വീഡിയോ എടുക്കാം. നമ്മുടെ സദ്യ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ടോ? പായസം പായസം ലാസ്റ്റ് മതി. അപ്പൊ എല്ലാ ഐറ്റവും ഉണ്ടല്ലോ അല്ലേ സദ്യക്ക്? ആണോ ആൽബി? ഇഷ്ടപ്പെട്ടോ അലൻ? ട്രീസ? അപ്പം എല്ലാ ഐറ്റംസും ഇലയില് വെച്ചിട്ടുണ്ട്. എല്ലാം ആയോ മിര? ഇനിയിപ്പം കറികളെല്ലാം മേശയിലുണ്ട് അല്ലേ? സാമ്പാറ് അല്ലേ ആൽഫി? A to Z കറി ഒരുമിച്ച് കുഴച്ച് കഴിക്കാൻ ആൽഫിക്ക് ഭയങ്കര ഇഷ്ടം അല്ലേ ആൽഫി? പച്ചക്കറിയൊക്കെ ഇഷ്ടമല്ലേ? ഒരു തവി എടുത്ത് അവന് ഒഴിച്ചു കൊടുത്തേ. അല്ലനെ കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല രുചിയുണ്ടല്ലോ. അതാ പറഞ്ഞേ.
തിരുവോണത്തിന് ഇതുവരെ ഞങ്ങൾ നോൺ വെജ് യൂസ് ചെയ്തിട്ടില്ല. വെജിറ്റേറിയൻ മാത്രമാണ് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്. അത് നിർബന്ധമായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. മീര സ്റ്റാർട്ട് ചെയ്യുവാണോ? അപ്പൊ ഞാനിവിടെ ഇരിക്കാം. സദ്യയൊക്കെ കഴിഞ്ഞു അല്ലേ? അതെ, എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു. സാധാരണ ഉണ്ടാക്കിയ എന്തെങ്കിലും കറികളൊക്കെ ഇച്ചിരി മിച്ചമൊക്കെ കാണുന്ന ഇപ്രാവശ്യം എല്ലാവരും നന്നായിട്ട് കഴിച്ചു. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി എല്ലാവരുടെയും കഴിപ്പൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഒരു ഫൈനൽ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറയാലോ എന്നൊക്കെ കൊണ്ട് ഞങ്ങൾ ഇരിക്കുവായിരുന്നു. പക്ഷെ എന്താ ചെയ്യാനാ, എല്ലാരും ഓരോ റൂമിൽ കയറി ക്ഷീണം കാണാൻ എല്ലാവർക്കും ക്ഷീണമായി പോയി. ഒരു വലിയ ക്ഷീണക്കാരി ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും ബൈ പറ. ബൈ. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ഞങ്ങളുടെ വക, 3 കോമറ്റ്സിന്റെ വക എല്ലാവർക്കും ഹാപ്പി ഓണം.